ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് മുതിര, 1 കപ്പ് പച്ചരി, 1/4 കപ്പ് ഉഴുന്ന്. ഇനി ഇത് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം 4-5 മണിക്കൂർ കുതിർത്ത് വെക്കണം. ഇത് ഞാൻ രാത്രിയാണ് കുതിർത്ത് വെക്കുന്നത്. രാവിലെ ദോശ ഉണ്ടാക്കാം. ഇനി ഇത് രാവിലെ കുതിർത്ത് വെച്ച വെള്ളം ഊറ്റി കഴുകിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 4-5 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി ചെറിയ മിക്സി ജാറിലേക്ക് 1 പിടി തേങ്ങയും, 5-6 കാന്താരിയും, 1 കഷ്ണം ഇഞ്ചിയും, 3-4 ചെറിയുള്ളിയും, 1 ടേബിൾ സ്പൂൺ നിലക്കടല, 1/4 ടീസ്പൂൺ ഉപ്പും, 2 ടീസ്പൂൺ തൈരും ചേർത്ത് ഇത് അരച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് താളിച്ചൊഴിച്ച് നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി ദോശ ഉണ്ടാക്കാനായി മാവിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ ദോശ തവയിലേക്ക് 1 തവി മാവ് കോരി ഒഴിച്ച് ദോശ പരത്തിയെടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് നെയ്യോ എണ്ണയോ തടവി കൊടുക്കാം. എണ്ണയും നെയ്യും വേണ്ടാത്തവർ എണ്ണയും നെയ്യൊന്നും ചേർക്കാതെ തന്നെ ഈ ദോശ ചുട്ടെടുക്കാൻ പറ്റും. പാത്രത്തിൽ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാണ്ട് ദോശ ചുട്ടെടുക്കാം. ഞാനിത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ദോശ ചുട്ടെടുക്കുന്നത്. ക്രിസ്പി അല്ലാതെ വേണമെങ്കിൽ കുറച്ച് വേഗത്തിൽ എടുത്താൽ മതി. ദോശ ഇതാ കുറച്ച് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് വാങ്ങാം. നമുക്ക് ആവശ്യമുള്ള ദോശ ചുട്ടെടുത്തതിന് ശേഷം ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മുതിര ദോശ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.